ഇതാരിത് കൊച്ചനാ പോളെ എന്തുട്ടാ ദുഃഖറാനായിട്ട് എന്താ പരിപാടി? ശുക്രാനായിട്ട് ഇപ്പൊ എന്തുട്ടാ പരിപാടി? ഞാനേ കുറച്ച് നാളായിട്ട് വിചാരിക്കായിരുന്നു, ഈ ശരിക്കും തോമസ് ലീഹ കേരളത്തിൽ വന്നിട്ടുണ്ടാ? വന്നേ കുഴപ്പമായ ഞാൻ പറഞ്ഞുതരാം. എടാ അതിപ്പോ തെളിവായിട്ടേ നിനക്ക് കാണിച്ചു തരാൻ തോമസ് ലീഹ വന്നിറങ്ങിയതിന്റെ ഫോട്ടോ ഒന്നും നമ്മൾ എടുത്തു വെച്ചിട്ടില്ല. പിന്നെ എന്തുട്ടാ തെളിവ്? പിന്നെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യങ്ങളാണ്. നിരണം, നിലയ്ക്കൽ, പാലയൂർ, കോട്ടക്കാവ്, കൊക്കമംഗലം, കൊല്ലം, കൊടുങ്ങല്ലൂർ, ഈ 7 പള്ളികളിൽ നിന്ന് കേട്ടിട്ടില്ലേ? അതാണച്ചാ എൻ്റെ അടുത്ത സംശയം. ഈ 7 എന്താണ് ഈ അര? അല്ല, അത് പറഞ്ഞുതരാം. എടാ അതെ, ഈ 7 പള്ളി എന്ന് പറയുമ്പോഴേ 7 പള്ളി പണിത് കഴിഞ്ഞിട്ട് 8ാമത്തെ പള്ളി പണി പാതിയേക്ക് എത്തിയതല്ല, മറിച്ച് കന്യാകുമാരിയിലുള്ള തിരുവിതാംകൂട് എന്ന് പറഞ്ഞ സ്ഥലത്തെയാണ് 7 പള്ളി എന്ന് പറയുന്നത്. അര എന്നുള്ള വാക്ക് അരജൻ എന്ന വാക്ക്, രാജാവ് എന്നർത്ഥമുള്ള അരജൻ എന്ന വാക്കിൽ നിന്നാണ് ഈ അര എന്ന വാക്ക് വരുന്നത്. അങ്ങനെ 7 എന്ന് പറയുന്നത് ഒരു വിശ്വാസി സമൂഹത്തെ പറയുന്ന പേരാണ്. അത് ശരി, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ച ഓരോന്ന്. അത് സാരില്ല. പിന്നെയും കുറേ തെളിവുകളുണ്ട്. മാർഗം കളി, റംബാൻ പാട്ട്, അങ്ങനെ തോമസ് ലീഹ അവിടെ വന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴി പറഞ്ഞുതരാട്ടാ.